ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇനി കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണമാണ് വരാൻ പോകുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഇതിനായി ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. സംസ്ഥാന പോലീസിലെ തന്നെ ഏറ്റവും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്താണ് ഹൈക്കോടതി ഈ ചുമതല നിർവഹിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. SP S ശശിധരൻ, SP P ബിജോയ് തുടങ്ങി 5 അംഗ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഇനി സ്വർണ്ണപ്പാളി വിവാദം അന്വേഷിക്കാൻ പോകുന്നത്. ശബരിമലയിൽ നിന്നുള്ള സ്വർണം നഷ്ടപ്പെട്ടത് എവിടെ എന്ന് കണ്ടെത്തുകയാണ് ഇനി SITക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചുമതല. ഹൈക്കോടതി ഓർഡർ പ്രകാരം നമുക്ക് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൊതിഞ്ഞത് എവിടെ പോയി എന്നതാണ്. അതിന്റെ കൃത്യമായ കണക്കിന്ന് കോടതിയുടെ മുന്നിലേക്ക് വന്നു. 1.5 കിലോയോളം സ്വർണം ഈ ദ്വാരപാലക ശില്പങ്ങളിലും അതിന്റെ തൊട്ടടുത്തുള്ള മറ്റു പാളികളിലുമുണ്ട് എന്നതാണ് UB ഗ്രൂപ്പിന്റെ കണക്കായി ദേവസ്വം ബോർഡിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. അത് ഹൈക്കോടതിയിലെത്തി. അതോടൊപ്പം തന്നെ ഇതിൽ നിർണായകമായ മറ്റൊന്ന് 2019 ഡിസംബർ മാസം 9-ാം തീയതി ഈ വിവാദ നായകനായ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന് അയച്ച ഒരു ഇമെയിൽ സന്ദേശമാണ്. ആ ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത് ഇതാണ്: ഈ സ്വർണം പൊതിഞ്ഞ ശേഷം കുറച്ച് സ്വർണം തന്റെ കയ്യിൽ ബാക്കിയുണ്ട്. അത് നിർധനരായ ആളുകളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അതിൽ ദേവസ്വം ബോർഡ് കൂടി പങ്കാളിയാകണം എന്നൊരു അഭ്യർത്ഥനയാണ് ആ ഇമെയിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ 8 ദിവസങ്ങൾക്ക് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു മറുപടിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകുന്നുണ്ട്. ഈ 2 കത്തിടപാടുകളിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. എത്രമാത്രം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതെവിടെയൊക്കെ പോയി, 2019 അഴിച്ചു കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തന്നെയാണോ പിന്നീട് സ്വർണം പൂശി തിരിച്ചു വന്നത്, അതോ ആ പുതിയ ചെമ്പുപാളി ഉണ്ടാക്കി അതിന്റെ പുറത്ത് സ്വർണം പൂശി വന്നതാണോ? ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി വ്യക്തമാകാനുള്ളത്. അത് 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്കൊരു കൃത്യത വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.